ഷിയാസ് കരീം ഉമ്മാന്റെ പ്രായമുള്ള ഒരു സ്ത്രീയെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയും കൂടാതെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നുള്ള ഒരു കാര്യവും ഇപ്പോ കഴിഞ്ഞ ദിവസം വാർത്ത കേട്ടിട്ടുണ്ടാവും എല്ലാവരും. ഞാൻ ആ വീഡിയോ റിയാക്ട് ചെയ്തിരുന്നു. പക്ഷെ ഷിയാസ് കരീം പറഞ്ഞ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഞാൻ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള എന്തോ ഒരു കളിയാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പുറത്താണ് ഞാൻ ആ വീഡിയോ. പക്ഷെ ഈ ഒരു കേസ് രാഷ്ട്രീയപരമായ ഒന്നുമല്ല. തീർച്ചയായിട്ടും ആ ഒരു സ്ത്രീയെ, ഉമ്മാന്റെ പ്രായമായ സ്ത്രീയോട് അയാൾ എന്തൊക്കെ പറഞ്ഞു എന്നുള്ള ശബ്ദ സന്ദേശം പിന്നെ കേട്ടു. ഞാനത് റിയാക്ട് ചെയ്യാൻ വൈകാനുള്ള കാരണം പറയാം. ഇന്നലെ രാത്രി 10 മണിക്ക് കറണ്ട് പോയതാണ്. ഇന്ന് വൈകുന്നേരം 4-5 മണി സമയത്താണ് കറണ്ട് വരുന്നത്. 6 മണിക്കാണ് കറണ്ട് വരുന്നത്. ഞാൻ ജിമ്മിലായിരുന്ന ആ ടൈമിൽ കേട്ടോ. ആ സമയത്ത് തിരിച്ചിവിടെ വന്ന് ഇപ്പോഴാണ് റിയാക്ട് ചെയ്യുന്നപ്പോൾ 7:30 സമയം. അല്ലാതെ ഞാൻ പേടിച്ച് മാറിയതോ ഷിയാസിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി മാറിയതൊന്നുമല്ല. ആ ശബ്ദ സന്ദേശങ്ങൾ മുഴുവൻ ഞാൻ കേട്ടു. അത് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് റിയാക്ട് ചെയ്യുന്നത്. ഷിയാസ് കരീം ചെയ്തത് അത് മറ്റേ പരിപാടി തന്നെയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. തെറ്റുകൾ ആർക്കും പറ്റാം, തിരുത്തപ്പെടേണ്ടത് തിരുത്തപ്പെടാം. എന്നെ 4 തേറി നിങ്ങൾ വിളിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. തിരുത്തേണ്ടത് തിരുത്തുക തന്നെ വേണം എന്നുള്ളതാണ്. 60 വയസ്സായ ഒരു സ്ത്രീയെ, ഉമ്മാന്റെ പ്രായമായ ഒരു സ്ത്രീയെ അവൻ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിനക്കുള്ള സ്നേഹം ഞാൻ നിന്റെ വായയിലോട്ട് വെച്ച് തരുന്നില്ലേ. ഉമ്മയുടെ പ്രായമായ ഒരു സ്ത്രീയോട് നമ്മൾ അങ്ങനെ അങ്ങനെ സംസാരിക്കും ഇല്ല. പിന്നെ എടി പൊടി എന്ന് ഒരിക്കലും വിളിക്കില്ല. പിന്നെ എടി പൊടി വിളിക്കണമെങ്കിൽ അവർ മാരകമായി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതൊന്നുമല്ല, അവരെ ചൂഷണം ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് ആ ചൂഷണം ചെയ്യുന്നതെന്ന് വെച്ചാല്, തട്ടമുട്ട സ്ത്രീകൾക്കുള്ള ഒരു ജിംനേഷ്യം ഞാൻ തുടങ്ങിത്തരാം. ആ ഒരു ജിംനേഷ്യത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ 20 ലക്ഷം രൂപ മതിയാവും, അല്ല ചിലപ്പോൾ അത് കൂടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് പതുക്കെ 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 ഫണ്ട് വാങ്ങിയതാണ് എന്നുള്ളതാണ്. അഖിൽമാരാറിന്റെ ഈ ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കണം. അഖിൽമാരാരും ഷിയാസ് കരീമും തമ്മിൽ ഒരു ചെറിയൊരു ഫൈറ്റ് ഉണ്ടായിരുന്നില്ലേ, അതാണൊന്ന് കേൾക്കാം. കണക്ക് പെണ്ണ് പിടിച്ചിട്ടല്ല കേട്ടാ, ഈ തൊലിക്കാൻ വെറുതെ ഷിയാസേ. നീ നാറുവേ, നിന്റെ ഉമ്മ അടിച്ച് പുറത്താക്കിയത് നീ പെണ്ണ് പിടിച്ച കേസിൽ. നിന്റെ നാട് മുഴുവൻ നീ ഓത്ത് കിടക്കുന്ന പെണ്ണുങ്ങളുടെ കേസുകൾ മൊത്തം എൻ്റെ കിടപ്പുണ്ട്. നാട് മുഴുവൻ നീ ഓത്ത് കിടക്കുന്ന പെണ്ണുങ്ങളുടെ കേസുകൾ മൊത്തം എൻ്റെ കിടപ്പുണ്ട്. ഇതിൽ 2 പെണ്ണുങ്ങളെ കൊണ്ട് ഞാൻ ഒരു പരാതി പിടിപ്പിച്ചാൽ മതി. നീ അകത്താണേ. നിന്റെ ചെവുക്കല്ല അടിച്ച് പറിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന പെരുമ്പാവൂരുകാരുണ്ടെന്നുള്ളത് നീ ആദ്യം ആലോചിക്കുക. അതാദ്യം നീ ആലോചിക്കുക. നിന്റെ ചുറ്റുവട്ടത്തുള്ളവന്മാരുണ്ട് നിന്റെ അടിച്ചിന്റെ ചെവുക്കല്ല് പറിക്കാൻ. എനിക്ക് ദൂരെ എങ്ങും പോകേണ്ട കാര്യമില്ല. അതിന് അഖിൽമാരാർ പറഞ്ഞതുപോലെ ഒരുപാട് സ്ത്രീകൾ അങ്ങനെ ഉണ്ടോ? മുന്നേ ഒരു കേസിൽ നമുക്ക് വ്യക്തമായിട്ട് ഒരു ക്ലാരിറ്റി കിട്ടി. ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറയും ചെയ്തിട്ടുണ്ടായിരുന്നു. അയാള് പ്രേമത്തിലായിരിക്കുന്ന സമയത്ത് അവർക്ക് മറ്റൊരു ഭർത്താവ് ഉണ്ടായിരുന്ന 2 മക്കളുണ്ടായിരുന്നു. അത് അറിഞ്ഞപ്പോൾ അവരെ ഒഴിവാക്കി എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രീവിയസ് ഹിസ്റ്ററി ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ അതൊരു പക്ഷെ ചതിച്ചതാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടു. അയാളുടെ വീഡിയോ മാത്രം കണ്ടുകൊണ്ട് റിയാക്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇപ്പൊ ഇങ്ങനെ തെറി കേൾക്കേണ്ടി വരുന്നത്. ഞാൻ ഒരിക്കലും അമ്മ പെങ്ങന്മാരെ ഉപദ്രവിക്കുന്ന, സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഒരു ആളുടെ കൂടെയും കൂട്ടു നിൽക്കില്ല, ഒരിക്കലും നിൽക്കില്ല. ചത്താലും വേണ്ടില്ല, ഞാൻ സത്യത്തിന്റെ കൂടെ തന്നെ നിൽക്കുള്ളൂ. എനിക്ക് ഇന്നലെ ചെയ്ത വീഡിയോ കുറിച്ചിട്ട് ഇപ്പൊ പശ്ചാത്താപമുണ്ട്. തെറ്റായി പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രേക്ഷകരോട് മാപ്പ് പറഞ്ഞിട്ട് തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുള്ളൂ. തെറ്റ് ചെയ്താൽ തിരുത്തപ്പെടാനുള്ളതാണ്. ഷിയാസ് കരീം എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ പോലും നിങ്ങൾ ഇത് മുഴുവൻ ഒന്നും കൂടി കേൾക്ക്. ആ സ്ത്രീയും ഷിയാസ് കരീമും തമ്മിലുള്ള സംഭാഷണത്തിൽ സ്ത്രീ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. അത് കേൾപ്പിക്കാൻ കഴിയില്ല. അത് നിയമപരമായി തെറ്റായത് കൊണ്ട് തന്നെ അത് കേൾപ്പിക്കില്ല. പകരം ഇവൻ കൊടുത്ത മറുപടികൾ മാത്രം മതി എന്നുള്ളതാണ്. ഉമ്മാന്റെ പ്രായമായ സ്ത്രീയോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണോ? ഇനി നിങ്ങളിത് മുഴുവൻ ഒന്ന് കേൾക്കണം കേട്ടാ. എനിക്ക് തോന്നലാണ് നീ ആരുമില്ല. നീ ആരാന്ന് എനിക്കറിയാലോ. പിന്നെ നീ ചുമ്മാ കൊഞ്ചല്ല, മോന്തക്കിട്ട് അടിക്കൂട്ടോ. പിന്നെ നോമ്പോറെടുത്തണ്ടേ, പിന്നെ വർക്ക് എടുക്കുന്നുണ്ട്. പിന്നെ എക്യുപ്മെന്റ്സിന് അഡ്വാൻസ് കൊടുക്കണം. അങ്ങനെ കോയമ്പത്തൂരിലും പോകേണ്ടി വരും ചിലപ്പോൾ നോമ്പിന്. മാഷാ അല്ലാ, ദുആ ചെയ്യട്ടാ. മറ്റേത് കിട്ടാണെ അയക്കട്ടെ. എനിക്ക് ഈ ഒന്നിട്ട് പിന്നെ 10 തന്നായിട്ടാ ഒരുമിച്ച് തന്നാൽ മതി, അല്ലെങ്കിൽ പണി പാടും. അക്കൗണ്ടിലും വേണ്ട, മറ്റോ തന്ന കയ്യിൽ പണിക്കാശ് പടപെടാന്ന് പണിയും ചെയ്ത് തീർക്കാലോ. പറയണ്ട, രാവിലെ തന്നെ ഒരു 30-35 രൂപ ഉമ്മ കൊടുത്ത്. ഇന്നലെയും വീട്ടിലെ സൈഡിൽ പണിയെടുക്കുന്നുണ്ട്. പറയണ്ട, ഇപ്പൊ തന്നെ ഒരു 1 ലക്ഷം രൂപ അടുത്തായി. എന്തൊരവസ്ഥയാണ് കുറച്ചോ. ഫിനാൻഷ്യലി ഒന്ന് സ്റ്റഡി ആകുമ്പോഴത്തേനും വീണ്ടും ഓരോ പണികളായിട്ട് വരും വീട്ടിലെ. ഒന്നും പറയണ്ട, 1 ലക്ഷം രൂപ അത് എന്തിനാ പോയിന്ന് അറിഞ്ഞില്ല. അല്ലാ, ബാംഗ്ലൂര് ഞാനാകെ പെട്ടിക്കടി. എൻ്റെ ഒരു പൈസ ഒന്നുമില്ല. ആദ്യമാടത്ത് പറയാൻ പറ്റും എൻ്റെ ഒരു പൈസ ഇല്ല. അതിർമ്മ 30,000 രൂപയ്ക്ക് പണിയെടുക്കാന്ന് പറഞ്ഞു തുടങ്ങിയതാ. ഇപ്പോൾ 1 ലക്ഷം രൂപ അടുത്തായി. പണിക്കാശ് വാങ്ങാൻ തേങ്ങ ഒന്നും പറയണ്ട. ഇത്ര നേരം നിങ്ങൾ കേട്ട ഈ സംഭാഷണത്തിൽ ഷിയാസ് കരീം ഉമ്മാന്റെ പ്രായമുള്ള ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് പോലെയാണോ, അല്ലെങ്കിൽ അത്രയും വേണ്ടപ്പെട്ട ഒരാളോട് സംസാരിക്കുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്? ജിമ്മിന്റെ പണി തുടങ്ങാൻ പോകുന്നു, സാധനങ്ങൾ വാങ്ങണം, നോമ്പുതുറ വെക്കണം,
എല്ലാം പറഞ്ഞ് ഇൻഷാ അല്ലാ സോറി കറണ്ട് ഒന്ന് പോയി. അപ്പൊ ഉമ്മാന്റെ പ്രായമായ ഒരു സ്ത്രീയോട് സംസാരിച്ചതുപോലെയല്ല എടി പൊടി മുഖം അടിച്ച് തിരിക്കും എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ വൃത്തികേടുകൾ നടന്നിട്ടുണ്ട്. ബാക്കി പോടി ഒന്ന് കൊഞ്ചാതെ എന്നെ വരില്ല മരണം വരെ ഞാൻ പറഞ്ഞു, നീ എന്റെ മരണം വരെ ഞാൻ നിന്റെ മരണം വരെ ഉണ്ടാവും. മരിച്ചു പിന്നെ നമ്മൾ ആരും ശല്യപ്പെടുത്തില്ല. അങ്ങനെ കൊഞ്ചല്ലടി കൊഞ്ചല്ലേ. എനിക്ക് ഞാനും എന്റെ കുടുംബം പിന്നെ ആരുള്ള ഞാന്ന് പറയാ. ഇപ്പൊ നിലവിൽ അത് പൊളിക്കും. നിർത്തടി ചലക്കാതെ. അതെ 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 ഞങ്ങള് സെയിം പൈസ കേട്ടാ. അതെ വേറെന്താ പരിപാടി? ഇക്കുന്നൊക്കെ പുറത്ത് ചാരിന് മുമ്പിൽ വിളിച്ച് വിളിക്കുന്നട്ടാ. ഓക്കെ ഷിയുന്ന് വിളിച്ച ഷിയു ഓർമ്മ വാങ്ങിച്ചാ പറഞ്ഞോ ഓരോരുത്തർ. ഇതിന് വിലയുള്ളതാണേ 20,000 രൂപ ഉണ്ട്. അപ്പോൾ ഓർമ്മ ആ വിലയുള്ള സൺഗ്ലാസ് ഓർമ്മ വാങ്ങിച്ചാൽ പറ. വിലയുള്ളതാണ്ട വയ്ക്കണേ. ഓക്കെ എന്തായാലും അയക്കേ 10 ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് പരിപാടികൾ പെട്ടെന്ന് ഇവിടെ തുടങ്ങും. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ 2 ആയിട്ട് വന്നു കഴിഞ്ഞാൽ പരിപാടി ഈസി ആയിരിക്കും. ഇൻഷാ അല്ലാ അത് ജിമ്മ് എന്തായാലും ഞാൻ സെറ്റാക്കി. ഞാൻ എൻ്റെ 20 ലക്ഷം രൂപയിൽ അത് തീർക്കണം എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞ ഇൻഷാ അല്ലാ അത് തീർക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ കുറച്ച് പൈസ കൂടുതലാണെങ്കിൽ നമുക്ക് നീ എന്തായാലും ചെയ്തു തന്നെന്നുള്ളൂ. അത് ഓക്കെ ആവാൻ എൻ്റെ മനസ്സ് പറയണം. ബാക്കി ഇത്തിരി ടൈറ്റ് വരെയിരിക്കും. എന്തായാലും ഇൻഷാ അല്ലാ റെഡിയാക്കി എടുക്കണം. അതെന്തായാലും അത് അവിടെ നിന്ന് സാധനമൊക്കെ വാരിക്കൂട്ടി ഒന്ന് ഫിറ്റും ഇത്തിരി സ്പ്രേ പെയിൻ്റൊക്കെ ചെയ്യണം. കുറച്ചൊന്ന് വൃത്തിയാക്കണം. അത് അക്കൗണ്ട് വഴി 1 ലക്ഷം 10 ലക്ഷമൊക്കെ 5 ലക്ഷമൊക്കെ അല്ലെങ്കിൽ 20 ലക്ഷമൊക്കെ ഇടുമ്പോൾ ഒരു സോഴ്സ് ചോദിക്കും. അതിന് പേര് നമ്മളെന്ന് പറഞ്ഞാൽ നീ എനിക്ക് പൈസ തന്നിട്ട് ആവശ്യത്തിന് മാത്രം അക്കൗണ്ട് ഇടുക, എന്നിട്ട് അത് അപ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ നമുക്ക് പറയാലോ ജിമ്മിന്റെ വർക്കിന്റെ പൈസ അങ്ങനെ പറയാൻ പറ്റും. അതങ്ങനെ ചെയ്തോളൂ. അങ്ങനെ ചെയ്താൽ നല്ലത്. അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല എനിക്ക് കേട്ടോ. ശരി. ഇൻകം ടാക്സ് പോലും പറ്റിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അവൻ ചെയ്ത്. അടിപൊളി മോനെ അടിപൊളി. ഈ ശബ്ദ സന്ദേശം മുന്നേ ഞാൻ കേട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ കഴിഞ്ഞ വീഡിയോ ചെയ്ത പോലെ ആവില്ല എന്റെ റിയാക്ഷൻ. തേച്ചൊട്ടിച്ചിട്ടുണ്ടാവും, തേച്ചൊട്ടിക്കും, ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. പക്ഷെ പറ്റിക്കപ്പെടാൻ കുറെ ആളുകൾ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. പ്രീവിയസ് ഹിസ്റ്ററി ഇവന്റെ എന്താ നമുക്ക് എല്ലാവർക്കും അറിയില്ലേ. ഇനി അതൊക്കെ പോട്ടെ കേട്ടോ. എന്നെ നീ ഇക്കു എന്നൊന്നും വിളിക്കണ്ട. എടാ 60 വയസ്സുള്ള ഒരു സ്ത്രീ ഇവനെ ഇക്കു എന്നത്ര വിളിക്കുന്നത്. എങ്ങനെയാവുക അപ്പൊ ആ ഒരു സ്ത്രീയെ വലയിലാക്കിയിട്ടുണ്ടാവുക? എന്തായാലും അന്വേഷണം നടക്കട്ടെ, മുന്നോട്ട് തന്നെ പോകട്ടെ. ഇവ ഇപ്പൊ റിയാക്ട് ചെയ്യുന്നില്ല, ഒക്കെ നിർത്തി. കൊള്ളാം, എന്തായാലും കൊള്ളാം. സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാ അല്ലാ. ഓക്കെ ഞാൻ ടാക്സ് അടയ്ക്കാന്ന്. ഇപ്പൊ അടയ്ക്കണം, അല്ലെങ്കിൽ പണി പാടും. നീ പൈസ ആയിട്ട് തന്നായിട്ടോ. അത് അക്കൗണ്ട് വേണ്ട. അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻ കാണിക്കണം. നമുക്ക് ഭയങ്കര ഇതൊക്കെ ഇതിന്റെ ലീഗൽ ഇത് കാണിക്കണം. അല്ലാതെ ചെയ്താൽ നമുക്ക് അല്ലാതെ ചെയ്യുമ്പോഴാണ് നല്ലത്. ശരി. എനിക്ക് 10 ലക്ഷം രൂപ എനിക്ക് അക്കൗണ്ടിൽ വേണ്ട, കൈ തന്നാൽ മതി. കാര്യം അക്കൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് അടയ്ക്കണം. ജിമ്മോട് കഴിയുമ്പോൾ അത് അടയ്ക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പണി കിട്ടും. ഞാൻ ഒന്നും പറയാനില്ല. ശരി. എക്യുപ്മെന്റ്സിന് കുറച്ച് അഡ്വാൻസ് കൊടുക്കാന്ന്. ഓക്കെ ശരി. ഒരു സമയത്ത് എത്ര രൂപ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വലിക്കാൻ പറ്റും ATM-ൽ നിന്ന്? 1 lakh എടുക്കാൻ പറ്റുമോ ഒരു ദിവസം? എനിക്ക് ആ പേഴ്സണൽ ലോൺ ഒന്ന് ക്ലോസ് ചെയ്യണം. അത് 5 ലക്ഷത്തി സംതിങ് ഉണ്ട്. അത് ക്ലോസ് ചെയ്യണം. അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. വേറെ പിന്നെ നമ്മുടെ കാർ ലോൺ, ഹൗസ് ലോൺ അത് അടച്ചടച്ച് പോയിക്കോളും. ജിമ്മിന്റെ പണി തുടങ്ങണം ഈ ദിവസങ്ങൾ. നോമ്പിനൊക്കെ പണി തുടങ്ങണം. വയറിങ്ങും പ്ലംബിങ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ പെയിന്റിങ് ഒക്കെ ചെയ്യണം. നോക്ക്, ഹെൽത്ത് ഈസ് വെൽത്ത്. നിങ്ങൾ ഹെൽത്ത് ശ്രദ്ധിക്കട്ടാ. എന്ത് ചെയ്യാനാ? മറ്റേ എന്തായി മറ്റേ ഫണ്ടിന്റെ കാര്യം? ഞാൻ ഫോട്ടോ എടുത്തല്ലോ, അവരെടുത്തിട്ടുണ്ടാവും. ഞാൻ നോക്കട്ടെ, അയച്ചാ. വേറെ വിശേഷം? എവിടെയുള്ള എന്തായാലും എല്ലാം ഓക്കെ അല്ലേ? കുറച്ച് ഇത് വേണ്ടിയിട്ടോ നമ്മള് തുടങ്ങാൻ പോണ പരിപാടി, പണി തുടങ്ങാനുള്ള പരിപാടിയാണ്. നീ അത് എനിക്ക് തന്നാൽ മതി പൈസ ആയിട്ട്. അക്കൗണ്ടിൽ ഉണ്ടോ? കാര്യം ഈ ട്രാൻസാക്ഷൻ മറ്റേ ഇത് GST ഇഷ്യൂ വരും. തന്നാൽ മതി. ഞാനത് പതുക്കെ പണി 10 തന്നാൽ മതി. അപ്പോൾ പണി തീർക്കാൻ പറ്റും. ഓക്കെ. ശബ്ദ സന്ദേശം മുഴുവൻ കേട്ട ആളുകളുണ്ടാവും. അവര് എന്റെ വീഡിയോയിൽ ഒന്ന് കമന്റ് ഇടുന്നുണ്ട്. ഞാനിത് കേൾക്കാത്തതിന്റെ ഭാഗമായിട്ടുണ്ടായൊരു മിസ്റ്റേക്ക് ആണ്. ഒരു സ്ത്രീയും ആരും ഉപദ്രവിക്കുന്നതിനെ ഒരിക്കലും ഞാൻ സപ്പോർട്ടല്ല, ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. എന്നാൽ ഇവന്റെ വീഡിയോ കാണുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കൺവിൻസ് ആവാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ടെന്നുള്ളതാണ്. ഉമ്മാന്റെ പ്രായമുള്ള ഒരാള് അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും. പക്ഷെ
ഇങ്ങനെ ഒരു ഊളത്തിന് അപ്പുറത്ത് കൂടെ ചെയ്തിട്ടാണ് ഇപ്പുറത്ത് കൂടെ വന്നിട്ട് മറ്റേ ഡയലോഗ് അടിക്കുന്നത്. എന്റെ പൊന്നു ഷിയാസ് കരീമീനെ, നീ വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാണ് കേട്ടാ. നിന്നൊക്കെ എന്ത് പറയാനാ. അനുമോളുടെ കയ്യിൽ നിന്നൊക്കെ എത്രയോ ലക്ഷം രൂപ കയ്യിലാക്കിയിട്ടുണ്ട്, 1.5 ലക്ഷം രൂപയുടെ മുകളിൽ കയ്യിലാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. എന്റെ പൊന്നനുമോളെ, ആ ഒരു ബീഫുമായി ബന്ധപ്പെട്ടുള്ള കാര്യം മാറ്റിവെക്കാം, രാഷ്ട്രീയം മാറ്റിവെക്കാം. അല്ലാതെ ഇത്ര വെടുപ്പല്ലാത്ത ഒരു മനുഷ്യനെ കൂടെ കൊണ്ട് നടക്കുന്നത് അത്ര ശരിയാണോ അനുമോളെ? കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ സപ്പോർട്ട് പിൻവലിക്കും കേട്ടോ. ഞാൻ കാര്യമായിട്ട് പറയാം, നമുക്ക് തെറ്റുകൾ പറ്റാൻ, തിരുത്തപ്പെടാനുള്ള തെറ്റുകൾ തിരുത്തുക തന്നെ വേണം എന്നുള്ളതാണ്. എനിക്ക് പറ്റിയ തെറ്റ് ഇത്രയേ ഉള്ളൂ, ശബ്ദ സന്ദേശം ഞാൻ കേൾക്കാൻ കാത്തിരുന്നില്ല, അത്ര മാത്രം. എന്താ ചെയ്യാ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ. കേസ് നടക്കുന്നുണ്ടല്ലോ, ബാക്കി നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. അപ്പോ എനിക്കൊരു തെറ്റ് പറ്റി, ഞാനത് തിരുത്തുന്നു. ഷിയാസ് കരീം ഈ ഒരു കേസിൽ വെടുപ്പല്ല, ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ. നിലപാട് അത് ഇതെന്നൊക്കെ പറയുന്ന ആളുകളുടെ ഒരു നിലപാടില്ലായ്മ കണ്ടില്ലേ. ഇവൻ ന്യായീകരിച്ച് മെഴുകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും അടുത്ത റിയാക്ഷൻ വീഡിയോ ആയിട്ട് അവൻ വരട്ടെ, അപ്പൊ നമുക്കെടുത്ത് റിയാക്ട് ചെയ്യാം അല്ലേ. ഇനിയും ശബ്ദ സന്ദേശങ്ങൾ ഇഷ്ടം പോലെ മറുനാടന്റെ കയ്യിലുണ്ടെന്നാ പറയുന്നത്. വളരെ മോശപ്പെട്ട രീതിയിലുള്ള സംസാര സംഭാഷണ കുൽസിത ചാറ്റ് അവരുടെ കയ്യിലുണ്ടെന്ന് പറയുന്നുണ്ട്. മിക്കവാറും പുറത്തു വിടും, കേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. ഏതെങ്കിലും രീതിയിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങാന്നുണ്ടെങ്കിൽ മിക്കവാറും സംഘപരിവാറിനെതിരെ നല്ല സംസാരിച്ചതാണ്, അവരുടെ കയ്യിൽ കിട്ടിയ തെളിവുകൾ അവർ പുറത്തു വിടുക തന്നെ ചെയ്യും. ഇത് കരുതി കൂട്ടിയിട്ടുള്ള ഒരു ലോക്കാക്കലായിട്ട് എനിക്ക് ഇപ്പൊ തോന്നുന്നില്ല കേട്ടോ. എന്തായാലും ഭാവിയിൽ നമുക്ക് മനസ്സിലാക്കാലോ അല്ലെ. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പാൾ സൈനിങ് ഓഫ്.